കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൂരത്തും ചാരത്തും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാനൊരു ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ പ്രവചന ദൂത. ഇത് ലോകത്തിലുള്ള സകല ജനത്തോടുമുള്ള ദൂത. ശൈശവത്തിലും ബാല്യത്തിലും തൊട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം അനുഗ്രഹമാകട്ടെ. ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ആ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ ദൈവത്തിന് ലഭിച്ചുകൊണ്ട് കർത്താവെ ആ വിഷയത്തിൽ പരിഹാരം നൽകണമെന്ന് യേശുകൊണ്ട് പറയുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കർത്താവ് നൽകും കേട്ടോ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കും ഒന്നിച്ച. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ വലുതും ചെറുതുമായ അനവധി നിരവധി ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൻ്റെ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്ന അനവധി പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആമീൻ കരഞ്ഞു കലങ്ങിയ ഹൃദയമായി കടന്നു പോകുന്ന ശരീരം മുഴുവൻ ബലഹീനതകൾ, രോഗങ്ങൾ, മാരകമായ അസുഖങ്ങളാൽ പാപശാപ രോഗബന്ധനങ്ങൾ അകപ്പെട്ട് കർത്താവേ വിവിധ പോരിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും വോൾട്ടേജ് ഹോമിലും ജുവൈൽ ഹോമിലും തടവറയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നിരാശയുടെ നടിയിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടണമേ. ജീവിതം അടുത്ത നിരാശയുടെ നടിയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾ കർത്താവെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളാൽ ഭാരപ്പെട്ട് ജീവിതം തകർന്ന് ആമീൻ നിരാശയുടെ വലിയ ക്ഷീണങ്ങളാൽ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവെ നിരാശയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾ, അങ്ങനെയുള്ളവർക്കും കർത്താവെ അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗത്താലും ക്ഷയരോഗത്താലും കുഷ്ഠരോഗത്താലും ഹോസ്പിറ്റലും ഭവനത്തിലും എല്ലാവരാലും തള്ളപ്പെട്ട് വെറുക്കപ്പെട്ട് കഠിനമായ വേദനയുടെ കടന്നു പോകുന്നവരെ ഇന്ന് പകൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവമേ, ജനത്തിൽ സമാധാനം കൊടുക്കണമേ. മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാതെ വഴിയോരത്തും പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും പെരുന്നാൾ സ്ഥലത്തും കൊണ്ട് തള്ളി അനവധി മാതാപിതാക്കളെ ആമി വൃദ്ധസനത്തിൽ കൊണ്ട് തള്ളി വീട്ടിൽ ആമി സുഖിച്ച് വിളച്ചു മതിക്കുന്ന അനവധി മക്കളുണ്ട്. വിദേശ രാജ്യങ്ങളായിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവം ഇടപെടുമാറാകണമേ. അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞവർക്ക് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അധിക ഭാരമായി മാറുന്ന അനുഭവങ്ങൾ ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആമേ, സ്വന്തം കുഞ്ഞുങ്ങളെ വേണ്ടാതെ ഉദരത്തിൽ വെച്ച് തന്നെ ഭ്രൂണഹൃത്തിയിലൂടെ നശിപ്പിച്ച് കളയുന്ന അനവധി യുവതികൾ അല്ലേലൂയ, അതിന് ആമേ പ്രോത്സാഹനം കൊടുക്കുന്ന മാതാപിതാക്കൾ, യുവാക്കൾ അല്ലേലൂയ, അതെല്ലാം ദൈവത്തിന് വലിയ പാപമാണ്, കുലപാതകമാണ്. അതിലെല്ലാം കർത്താവെ ശക്തമായ ന്യായവിധിയുണ്ടെന്ന് തിരിച്ചറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരും തള്ളപ്പെട്ട അനവധി കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിലും കർത്താവെ അതുപോലെ ഓർഫനേജിലും ഒക്കെയുമായി മാതൃസ്നേഹമറിയാതെ പല കുഞ്ഞുങ്ങളും ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽ കർത്താവെ അതിൽ നിന്നൊരു മോചനത്തിനായി അടിയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇന്ന് പകൽ വിവിധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഇവിടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദന, ടോൺസിൽസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും പെടലിയുടെയും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശ വളരുന്നു, മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ,
കർത്താവെ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ലെൻസിൻ്റെ സംബന്ധമായ ശ്വാസകോശ തടസ്സങ്ങൾ, ആസ്മ രോഗങ്ങൾ വളരെ ഭാരം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. അല്ലെങ്കിൽ അറ്റാക്കുകളും ബ്ലോക്കുകളും, സർജറി കഴിഞ്ഞിരിക്കുന്ന സർജറിക്ക് വിധേയപ്പെട്ടവരും ഇപ്പോൾ സർജറി നടക്കുന്ന ആ സാഹചര്യത്തിലായിരിക്കുന്നവരെയും ഐസിയുലും വെന്റിലേറ്ററിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഉദര സംബന്ധമായി, യൂട്രസ് സംബന്ധമായി, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ വാദങ്ങളും, ആമവാദങ്ങളും, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ, ഹിരണ്യ പോലുള്ള, അപ്പൻഡിക്സ് പോലുള്ള ഫൈൽസ് അടക്കമുള്ള അനവധി രോഗങ്ങൾ, അതിന് വിധേയമായി കടന്നു പോകുന്ന അനവധി ആളുകൾ, രക്തവാദവും ഹല്ലേലൂയ, ചുടുവാദങ്ങളും ആമവാദങ്ങളും മനുഷ്യ ശരീരത്തെ മരവിപ്പിക്കുന്ന അനവധി പ്രശ്നങ്ങളാൽ കണ്ണുനീരോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സകല ജനത്തിന് സൗഖ്യം കൊടുക്കണമേ. ശിരസ് തൊട്ടുള്ളങ്കാൽ വരെ എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളിലും, എല്ലാ പേശികളിലും കർത്താവ് സൗഖ്യം കൊടുക്കണമേ. പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിന്, ദുർമന്ത്രവാദങ്ങളുടെ, ദുർഭൂതാര ശക്തികളുടെ കെട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഏലസും തകിടും ഓതിക്കെട്ടുകളും ഒഴിച്ചിലും അങ്ങനെ വിധമായ ബന്ധനങ്ങളാൽ മാനസികമായി തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ഒരു വിടുതൽ, ആശ്വാസം കൊടുക്കേണ്ടതായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഭൂതബാധർ, മാനസിക രോഗികൾ, മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഓട്ടിസം രോഗത്താൽ ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ഉറവിടമായിരിക്കും കർത്താവിലൂടെ അവർ സമാധാനം പ്രാപിപ്പാട്ടയാകട്ടെ. കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവർ, ഊമരും ബന്ധിരുമായി ശിക്കുന്നവർ, നടക്കാൻ കഴിയാത്തൊരു തളർവാദ രോഗികൾ, ഹല്ലേലൂയ, ജന്മനാ വൈകല്യമുള്ളവർ, മറ്റൊരാളെ സഹായമില്ലാതെ കിടക്കയിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ അങ്ങനെ വിവിധമായ രോഗത്താൽ കടന്നു പോകുന്ന അനവധി ആളുകൾ, കർത്താവെ, അവർക്കെല്ലാം ഒരു ആശ്വാസ സമാധാനം കൊടുക്കണമേ. ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം നീട്ടണം. കർത്താവെ, ലോകത്തിൽ കർത്താവെ, ഡോക്ടർമാർ, നഴ്സുമാർ, വൈദ്യൻ ഒക്കെ ഉണ്ടെങ്കിലും, അനവധി മെഡിസിൻ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, അതെല്ലാം ഫലപ്രയോജനമായി പോകാതെ തീരുമ്പോൾ അതിലൊക്കെയും വിടുതൽ കൊടുക്കുന്നൊരു കർത്താവുണ്ടല്ലോ. ഗിലെയാദിൻ്റെ വൈദ്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഗിലെയാദിൻ്റെ സുഗന്ധ തൈലമായിരിക്കുന്ന ക്രൂശിലെ രക്തത്താൽ, അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ കർത്താവേ ജനത്തിൽ പകരുവാട്ടയാകണമേ. ആശ്വാസം കൊടുക്കണം. ലോകം കൊടുക്കാത്ത സമാധാനം നിറയട്ടെ. എത്രയോ കുടുംബങ്ങളാണ് ശാപത്തിൻ്റെ, പാപത്തിൻ്റെ, ബന്ധനത്തിൻ്റെ നടുവിൽ അകപ്പെട്ട് കിടക്കുന്നു. ഉയർച്ചയില്ലാതെ, സമാധാനമില്ലാതെ, തലമുറകളൊക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ, ദേശത്തെ, സമൂഹത്തെ, നിയമാധികാരികളെയും കർത്താവെ, സമുദായത്തെ അനുസരിക്കാത്ത അനവധി തലമുറകൾ, അവർ ചെന്ന് ചാടുന്ന പാപം, അതിലെ അതിക്രമങ്ങൾ, അതിനൊക്കെ ഒരു മോചനം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഞ്ചാവും ചരസും കറുപ്പും ഹാഷിട്ടും കർത്താവെ, ഹെറോയിനും ബ്രൗൺ ഷുഗർ അടക്കമുള്ള വിവിധ കർത്താവെ ഓയിലുകൾ, അല്ലെങ്കിൽ വിവിധ ഗുളികകൾ, പാൻമസാലകൾ അടക്കമുള്ള MDMA അടക്കമുള്ള സിന്തസിസ് സ്റ്റാമ്പ് അടക്കമുള്ള അനവധി ലഹരികൾക്ക് അടിമകളായി യുവതീവാക്കന്മാരും മാതാപിതാക്കളും സകല ജനങ്ങളും നഷ്ടപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അതിന് മോചനം കൊടുക്കണമേ. അന്യ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സുലഭമായി വിറ്റ് പണമുണ്ടാക്കി അനവധി കുടുംബങ്ങളെ തകർക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന ദൂഷ്ടശക്തികളായിരിക്കുന്ന മയക്കുമരുന്ന് ലോബികളെ, കള്ളുഷാപ്പ് ഉടമകളെ, ബാർ ഉടമകളെ, ബീവറേജ് ഉടമകളെ, ഈ ദൂഷ്ടന്മാരുടെ കൂട്ടത്തെ ദൈവം സന്ദർശിക്കണമേ. ഇവർ മുഖാന്തരം എത്രയോ കുടുംബങ്ങളാണ് തകർന്നത്, എത്രയോ കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലൊരു ആശ്വാസം ദൈവം കൊടുക്കണമേ. കർത്താവേ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങൾ, വിവിധ അക്കാഡമികളിൻ്റെ പരിസരങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന അനവധി ആളുകൾ, അച്ചാറടക്കമുള്ള വിവിധ സാധനങ്ങളിൽ ലഹരിയുടെ അംശങ്ങൾ കടത്തി കുഞ്ഞുങ്ങളെ രുചിപ്പിച്ച് വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളിലേക്ക് ആസക്തി ഉണ്ടാക്കിയെടുക്കുന്ന ആ ദുഷ്ടകൂട്ടത്തെയൊക്കെ ദൈവം സന്ദർശിക്കണമേ. എത്ര തലമുറകളാണ്, എത്ര കുഞ്ഞുങ്ങളാണ് ലഹരികൾക്ക് അടിമയായി. കഴിഞ്ഞ വർഷങ്ങളൊക്കെ എത്ര കുഞ്ഞുങ്ങളാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൻ്റെ അവസാന ദിവസം തമ്മിലടിച്ച് കലഹിച്ചും മാരകമായ പീഡനത്തിലൂടെ കടന്നുപോയി. അതുമാത്രം എത്രയോ കുഞ്ഞുങ്ങളാണ് പഠിത്തം നിന്ന് ജുവൽ ഹോമിൽ എത്തിച്ചേർന്ന് ജയിലിലായത്. കർത്താവേ, അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ജീവിച്ചിരിക്കുന്ന തലമുറ അങ്ങനെയുള്ള പാപത്തിലേക്കൊന്നും പോകാതെ കർത്താവരെ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
കർത്താവേ ആശ്വാസം കൊടുക്കണമപ്പാ, സമാധാനം കൊടുക്കണമേ. നശിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എത്രയോ കുടുംബങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സമാധാനമില്ലാതെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമാധാനമില്ലാതെ, ലഹരി മുഖാന്തരം കുടുംബങ്ങൾ തകർക്കപ്പെട്ട്, അധ്വാനിക്കുന്ന പണം വീട്ടിൽ വരാതെ അത് വഴിയിൽ കർത്താവെ പിടിച്ചു വാങ്ങുന്ന ദുഷ്ടശക്തികളുടെ കയ്യിലകപ്പെട്ട് ജീവിതം നിരാശയിലും കഷ്ടത്തിലും സങ്കടത്തിലും ദാരിദ്ര്യത്തിലും കടന്നു പോകുന്നു. കർത്താവെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ അവിശ്വസ്തത, ഹല്ലേലൂയ കർത്താവെ, എത്ര കുടുംബങ്ങൾ തകർന്ന് കേരളത്തിലെ 30ഓളം കുടുംബ കോടതികൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾ കർത്താവെ, അങ്ങനെയുള്ള സാഹചര്യം കടന്നു പോകുന്ന കുടുംബങ്ങളെല്ലാം അവർ യഥാസ്ഥാനപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. യൗവനത്തിലെ കർത്താവെ, ഹല്ലേലൂയ, ഭാര്യ ഉപേക്ഷിച്ച് കളയാതെ, ഭർത്തൃസ്നേഹം ഉപേക്ഷിച്ച് കളയാതെ രണ്ടുപേരും വിശ്വസ്തയോടെ പാർത്ത് കർത്താവേ, അവർ കുടുംബമായി സൊസൈറ്റിയായി മാറി ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. യോശുവ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറഞ്ഞതുപോലെ സകല കുടുംബങ്ങളും അങ്ങനെ വരുവാൻ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ജനത്തിനായി എല്ലാ ഹൈന്ദവ വിശ്വാസികളെയും, എല്ലാ ഇസ്ലാമിക വിശ്വാസികളെയും, എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും, എല്ലാ വേർപെട്ട കൂട്ടങ്ങളെയും, ബുദ്ധമതക്കാരെ, ജൈനമതക്കാരെ, വിവിധ മതങ്ങളിലായിരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. സകല ജനത്തിൻ്റെയും രക്ഷകൻ അങ്ങാണല്ലോ, സകല ജനത്തിൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നത് അങ്ങാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ വന്ന് അപേക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് പ്രവാചകയിലൂടെ ഞങ്ങളോട് അരുളിച്ച നല്ല ദൈവമേ, ഇന്ന് പകൽ അടിയൻ ഈ ജനത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ, കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോട് പണിയെടുക്കുന്നവർ, ടിമ്പർ രംഗത്ത് ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, ആഴക്കടലിൽ മത്സ്യബന്ധന കടലോര വാസികൾ, ഹല്ലേലൂയ കർത്താവേ, മത്സ്യബന്ധന വിൽപ്പനക്കാർ, പൊതുമേഖലയിൽ, സഹകരണ മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, വ്യവസായ മേഖല, എല്ലാ മേഖലയിലും കർത്താവേ സത്യസന്ധത വെളിപ്പെടുവാൻ, അഴിമതിയും കരിഞ്ചന്തയും മുഖൃത്തിയൊപ്പം പിടിച്ചവരെയും മോഷണവും അധാർമികയും കൈക്കൂലി പെരുകുമ്പോൾ ദുഷ്ടന്മാരും കൊള്ളക്കാരും കൊള്ള സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷ സംഘങ്ങളും സാമൂഹ്യ വിരുദ്ധം സദാചാര വിരുദ്ധരും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദേശത്തെ രാജ്യത്തെല്ലാം കർത്താവെ അക്രമം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയില്ലാതെ അറവുമാടുകളെ ഇറക്കുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തെ കൊന്നൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഹല്ലേലൂയ, രാഷ്ട്രീയം വളർത്തുവാൻ, മതം വളർത്തുവാൻ, അധികാരത്തിൻ്റെ കസേരയിലിരിക്കുവാൻ അനവധി ആളുകളെ രക്തസാക്ഷികളാക്കി ചോര പുരണ്ട കസേരയിൽ നിന്ന് ഭരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ അഴിമതി കരിഞ്ഞക്കാരെയും, എല്ലാ മത നേതാക്കന്മാരെയും സന്ദർശിക്കണമേ. എത്രയോ സഹോദരിമാർ ഒറ്റപ്പെട്ടു പോയി, എത്രയോ കുഞ്ഞുങ്ങൾ അപ്പൻ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സഹോദരിമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, എത്രയോ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ട്, എത്രയോ കുടുംബങ്ങളാണ് നിരാശയിൽ. അത് മുഖാന്തരം എന്തുമാത്രം ആളുകൾ ജയിലിൽ കിടക്കുന്നു. കർത്താവേ, ഇനി കർത്താവേ, അഴിമതിയില്ലാത്തൊരു രാജ്യത്തിനായി, അക്രമമില്ലാത്തൊരു രാജ്യത്തിനായി, നല്ല സമാധാനമുള്ളൊരു അനുഭവത്തിനായി ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്ത് വരെ അങ്ങയുടെ മഹത്വമേറി കരം വെളിപ്പെടണമേ. കർത്താവേ, സ്തോത്രമല്ലിയ, ഞങ്ങളുടെ എല്ലാ കർത്താവേ ഹല്ലിയ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും മത സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ജനത്തിനും ഒരു വിടുതലയക്കണമേ, സമാധാനം കൊടുക്കണമേ. ഹല്ലേലൂയ കർത്താവേ, 2 വീലിലും 3 വീലിലും 4 വീലിലൊക്കെ യാത്ര ചെയ്യുന്നവർ, ഹെവി വാഹനം ഓടിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവെ, കരിയിലും കടലും ആകാശമാകനും വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവരുണ്ട്. അവരും പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നും പാൻ മസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് സ്വന്തം ജീവിതം തകർത്ത് കളയുന്ന അനുഭവങ്ങളുണ്ടല്ലോ. സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്ന അനവധി കുടുംബങ്ങൾ, സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ, സ്വന്തമായിട്ട് എത്തുകൊണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഉണ്ടായിരുന്ന ഭവനമൊക്കെയും ജപ്തി നടപടി നേരിടുന്ന അനവധി ആളുകൾ, ജോലിയില്ലാത്ത ഞങ്ങളുടെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യത്ത് ജോലി കടന്നു പോയിട്ട് വേണ്ടതുപോലെ ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർ, മണലാടിനെത്തി കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യത്ത് പീഡന സഹോദരിമാർ, സ്വന്തം നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവർ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ, വിദേശ തൊഴിൽ കഴിയുന്നവർ, വിവിധ കേസുകളകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, അവരെല്ലാം മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരേത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും കർത്താവേ, ജനത്തോട് കരുണ കാണിക്കണമേ. ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് നിങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ,
സകല ജനത്തിനും ആശ്വാസദായകനായിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരുടെ മേലും പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകലടി കർത്താവേ, ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടശക്തികൾ ദേശത്തെ, കുടുംബത്തെ, ജീവിതത്തെ, തലമുറയെല്ലാം തകർക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ വിവിധ രാജ്യങ്ങളായിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളെ ഓർക്കുന്നപ്പ. കാസർഗോഡിനായി പ്രാർത്ഥിക്കുന്നു, കണ്ണൂരിനായി പ്രാർത്ഥിക്കുന്നു, വയനാടിനായി പ്രാർത്ഥിക്കുന്നു, കോഴിക്കോടിനായി പ്രാർത്ഥിക്കുന്നു, മലപ്പുറത്തിനായി പ്രാർത്ഥിക്കുന്നു, പാലക്കാടിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, തൃശ്ശൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എറണാകുളത്തിനായി ഇടുക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കോട്ടയത്തിനായി പ്രാർത്ഥിക്കുന്നു, ആലപ്പുഴയ്ക്ക് വേണ്ടി, പത്തനംതിട്ടയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൊല്ലം ജില്ലയ്ക്കായി, തിരുവനന്തപുരം ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് വടക്കേറ്റം തൊട്ട് തെക്കേറ്റം വരെയും കർത്താവിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിയുടെ കേരളത്തിൽ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ പാപത്തിൻ്റെ അധീനതയിൽ വീണ് കർത്താവെ സ്വയം നശിക്കുമ്പോൾ അവർക്കൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ 29 സംസ്ഥാനങ്ങളിലെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി 145 കോടിയിലോളം വരുന്ന ജനത്തിനായി അവർ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, തീവ്രവാദ, ഭീകരവാദ, വർഗീയതയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 6 ലക്ഷം ഗ്രാമങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അന്ധകാരങ്ങൾ മാറട്ടെ, വൈശാചിക ബന്ധനങ്ങൾ മാറട്ടെ, സാത്താന്യ ബന്ധങ്ങൾ ജനം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവെ, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, വർഗീയതയും രാജ്യത്ത് വളരുവാട്ടയാകരുത്. അക്രമങ്ങളെ നീക്കണമേ, രക്തച്ചൊരിച്ചിലെ മാറ്റണമേ. കർത്താവ്, ഞങ്ങളുടെ രാജ്യത്തിനകത്ത് എല്ലാ ഏകാധിപത്യവും മാറി ദൈവാധിപത്യത്തെ നിറയപ്പെടുവാൻ ജനം ഒന്നടങ്കം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, വിടുതലയിക്കണമേ, മാനസാന്തരം കൊടുക്കണമേ, അകൃത്യങ്ങൾ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടശക്തികളൊക്കെയും കർത്താവെ ജനത്തെ തകർക്കുമ്പോൾ, ജനത്തെ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നൊരു മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനം. വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാത്ത സ്ഥലങ്ങൾ, നെറ്റ്വർക്കുകളില്ലാത്ത, വൈദ്യുതി സൗകര്യങ്ങളില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കോളേജുകളോ സ്കൂളുകളോ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ദാരിദ്ര്യമായി കഴിയുന്ന, മനുഷ്യനുമായി യാതൊരു ബന്ധമില്ലാതെ, പരലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ നരഭോജികളായിരിക്കുന്നവർ അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അധികാരികൾക്ക് പോലും കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം കർത്താവേ ഈ ദൈവവചനം എത്തുവാൻ, പരിജ്ഞാനം കർത്താവ് ജനത്തെ പ്രാപിപ്പാൻ, അവർ സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ, അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടുന്ന് വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടശക്തികളെല്ലാം തകരട്ടെ. കർത്താവിയുടെ രാജ്യരാഷ്ട്ര തലവന്മാർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾക്കായി പ്രാർത്ഥിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP അടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, രംഗത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പോലീസ്, ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, പോലീസിന് വിവിധ സെക്ഷനുകൾ, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ സ്റ്റേഷൻ രംഗത്തായിരിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ജനത്തിന്മേൽ ദൈവം വിടുതലയിക്കണമേ, പാപത്തിൽ നിന്ന് വിടിവിക്കണമേ, ശാപത്തിൽ നിന്ന് വിടിവിക്കണമേ, അക്രമങ്ങൾ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ സമാധാനത്തിലേക്ക്, കുടുംബങ്ങൾ സമാധാനത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്വസ്ഥതയുടെ അനുഭവം കൊടുക്കണമേ. രാപകലില്ലാതെ പണിയെടുക്കുന്ന ജീവിതങ്ങൾ അവർക്ക് സമാധാന സ്വസ്ഥതയും കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ഭരണരംഗത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുകയാണ്. രാഷ്ട്രീയ രാജകത്വം സൃഷ്ടിക്കുന്ന ഭരണപ്രതിപക്ഷ പാർട്ടികൾ, അതിനിടയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ, ഭീകരവാദ, വർഗീയ സംഘടനകൾ, മനുഷ്യൻ്റെ ജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാതെ രക്തദാഹികളായിരിക്കുന്ന അനവധി ദുഷ്ടന്മാരെ ഇന്ന് പകൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മാനത്തോടിരിക്കുന്ന ഈ മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് ഞങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്നത് പോലെ അനവധി ജീവിതങ്ങളെ കുലയ്ക്ക് കൊടുക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, കുടുംബങ്ങളെ ഒറ്റപ്പെടുന്ന ദുഷ്ടശക്തികൾ ദേശത്തടക്കി വാഴുമ്പോൾ അവരെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സാധാരണക്കാരൻ്റെ ജീവിതത്തെ വെച്ച് പന്താടുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ മതങ്ങളും ഹല്ലേലൂയ അതിനോട് ചേർത്ത് നിൽപ്പാൻ ശക്തമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനായി, പ്രാർത്ഥന അനുഭവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത നേതാക്കന്മാരൊക്കെ മാനസാന്തരപ്പെട്ട് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന തീവ്രവാദങ്ങളും കൊള്ളയും അക്രമങ്ങളും പീഡനങ്ങളും
കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആമേൻ ജീവിക്കുവാൻ അനുവദിക്കാതെ അവരെ പീഡിപ്പിച്ച് ആമേൻ വിവിധ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പ്രായപൂർത്തിയായ വാർദ്ധക്യത്തിലായിരിക്കുന്ന പോലും ബലാത്സംഗം അടക്കമുള്ള പീഡനങ്ങൾക്ക് അകപ്പെടുമ്പോൾ സ്വന്തം ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, കാമുകന്മാർ ആമേ ഭർത്താവിനെ കൊല്ലുന്നു, നല്ല കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ആമേ പലരും ആത്മഹത്യ ചെയ്യുന്നു. ആമേ വിവിധമായ നിലയിൽ തങ്ങളുടെ ജീവനെടുക്കുമ്പോൾ ഇന്ന് പകൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരു വിടുതലായിട്ടും പ്രാർത്ഥിക്കുന്നു. ആമേൻ ജനം കടന്നു പോകുന്ന മാനസികമായ തകർച്ചകൾ അതിൽ മോചനം കൊടുക്കണമേ. ആമേ സകല ജനത്തിന് സമാധാനം കൊടുക്കുന്ന, ആമേ സകല ജനത്തിൻ്റെയും പ്രാർത്ഥന കേൾക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് ജനം കടന്നിരുവാൻ ഞങ്ങളങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ലോകം കൊടുക്കാത്ത സമാധാനം യേശുവിലുണ്ടല്ലോ, ലോകം കൊടുക്കാത്ത സന്തോഷം അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, ലോകം കൊടുക്കാത്ത സ്വസ്ഥത അവിടുത്തെ കരങ്ങളിലുണ്ടല്ലോ കർത്താവേ. ഇന്ന് പകലടിയൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും ഒരു ശക്തമായ ഒരു ആത്മീയ ഉണർവിനാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അത് ജാതി മത വർഗമണ്ഡ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടതയിൽ കടന്നു പോകുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത സഹോദരിമാർ, അവർക്ക് വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്കൊക്കെ ഈ കർത്താവേ വിവിധ വഴികൾ തുറന്നു കൊടുക്കണമേ. നല്ലൊരു ജീവിതത്തിൽ വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തും മീതെ ദൈവനീതി വെളിപ്പെടണമേ. തിരമാലകൾ ഉയർന്നു വരുന്നത് പോലെ, ഹല്ലേലൂയ, തിരമാലകൾ ഉയർന്നു വരുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതം പ്രശ്നം കൊണ്ട് നിറയപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ആശ്വാസം കൊടുക്കണമേ. ഉള്ള പലിശക്കാർ, ബ്ലേഡുകാർ, ഭൂമാവികൾ, ബ്ലേഡുമാവി, സ്ത്രീമാവികളെ, പിടിച്ചുപറിക്കാർ, അഴിമതിക്കാരെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദേശത്തെ നടുക്കുന്ന, ദേശത്തെ കർത്താവെ ഞെരുക്കുന്ന എല്ലാ പാപത്തിൻ ജനം വിടുവിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വരൾച്ചയുടെ അനുഭവം മാറി കർത്താവെ ഒരു പുതിയ അനുഭവത്തെ കൊടുക്കണമേ. തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ, തകർന്ന കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ നിലയിലൂടെ കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അവിടുന്ന് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്തും കഷ്ടം അനുഭവിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആമേ കർത്താവേ. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പരിപഠനത്തിനായി കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ അവരെ വിടുന്നു. എന്നാൽ പലരും കർത്താവേ പല കൂട്ടുകളിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് പല കുഞ്ഞുങ്ങളും ആത്മഹത്യ, പലരും ലഹരിമാവിയിൽ അകപ്പെട്ട് പിടിക്കപ്പെടുന്നു. പലരും തങ്ങളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ വളർന്നു വരുന്ന തലമുറ ഹല്ലേലൂയ അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവർക്ക് സ്വന്തമായി വിവേകം കൊടുക്കണമേ, പരിജ്ഞാനം കൊടുക്കണമേ. ആരുടെയും കണിയിൽ അകപ്പെട്ട് വീഴാതെ, ആരുടെയും പാപത്തിൽ വശീകരണ വാക്കുകളിൽ വീണുപോകാതെ ഒരു സമാധാന അന്തരീക്ഷം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ, പാപത്തെ നീക്കണമേ, സമാധാനം നൽകണമേ. ഹല്ലേലൂയ. നിങ്ങളുടെ വചനം ഞങ്ങൾ വായിച്ചതുപോലെ ഹല്ലേലൂയ അങ്ങയുടെ മഹത്വമേറിയ കരം ഇന്ന് പകൽ വെളിപ്പെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇന്ന് പകലടിൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തിയാട്ട് അവിടുത്തെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വഴിയോരങ്ങളായിരിക്കുന്ന നിരവധി ആളുകളുണ്ട്, അവർക്ക് സമാധാനം കൊടുക്കണമേ. ഇന്ന് പകൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കൊരു ആശ്വാസം കൊടുക്കണമേ. കാലവർഷമൊക്കെ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവേ ഞങ്ങളുടെ പ്രകൃതിയോടൊക്കെ ഇടപെടണമേ. ദുരന്തങ്ങളില്ലാതെ സൂക്ഷിക്കണമേ. മലവെള്ളപ്പാച്ചിലുകളും കർത്താവേ മലയിടിച്ചിലുകളും ഉൾപ്പെട്ടലും പേമാരികളും സുനാമികളും കാറ്റും കൊടുങ്കാറ്റും പേമാരിയും ആമയും എന്ന് വേണ്ട എല്ലാ ചുഴലിക്കാറ്റുകളും ഒക്കെ പലവിധമായ നാശങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കൂടി കർത്താവേ, ലോകമെമ്പാടുള്ള ജനത്തെ ദൈവമക്കളെ ഏൽപ്പിക്കുന്നു, ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. ആമേ കർത്താവെ കടന്നു പോകുന്ന കഷ്ടത്തിൽ വിടുവിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.